സാധാരണ നമ്മൾ പറയും പാദം ഒരാളുടെ കാല് പിടിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഈഗോ പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അധ്യാപകരുടെ കാല് പിടിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വിവാദമാവും. പക്ഷേ എന്താണ് അതിൻ്റെ പിന്നിലെ തത്വം? രാമൻ വനവാസത്തിന് പോയ കാലത്ത് ഇവിടെ രാമപാദം പൂജിച്ചതാണ്. എന്തിനാണ് ഈ പാദം പൂജിക്കുന്നത്? അപ്പോൾ ആരാണോ നമ്മളെ വഴി കാണിക്കുന്നത്, കാല് പിടിക്കുന്നുള്ളല്ല, അയാൾ കാണിക്കുന്ന വഴി ശരിയാണ്, അതിലേ പോയാൽ ശരിയായ സ്ഥലത്തെത്തും, ആ വഴിയെ ആണ് ഞാൻ പോകുന്നത് എന്നുള്ള സ്മരണയാണ് കാല് പിടിക്കുന്നത്. കാല് പിടിക്കുകയല്ല, ആ പാദത്തെ പിന്തുടരുകയാണ്. അപ്പോൾ ആ പാദത്തെ, ഗുരുവിൻ്റെ പാദം ഏതാണോ, ഗുരു കാണിച്ചിരുന്ന വഴി ഏതാണോ, അതിനെ ഞാനും പിന്തുടരുന്നു എന്നുള്ള അതിനെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ആ ശിരസിൽ പാദം വെച്ചുകൊണ്ട്. അതിലപ്പുറത്തൊന്നുമില്ല, മറ്റൊരു വഴിയും ഇല്ല. സാധാരണ തന്ത്രത്തിൻ്റെ തന്നെ ഭാരതീയമായിട്ടുള്ള എല്ലാ ദർശനങ്ങളും, ഷഡ്ദർശനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത സംസാരമാകുന്ന സമുദ്രം തരണം ചെയ്യാൻ. സംസാരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സംബന്ധമായിട്ടുള്ള ദുഃഖം, ആ ദുഃഖം തരണം ചെയ്യാനായിട്ട് എന്താ മാർഗം? ഇതാണ് ഏത് ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ ചോദ്യം. ഭാരതീയമായ ദർശനങ്ങളുടെയും തന്ത്രം പോലെയുള്ള എല്ലാ ശാസ്ത്രങ്ങളുടെയും ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ലോക ദുഃഖങ്ങളിൽ നിന്ന് തരണം ചെയ്യാൻ എന്താണ് മാർഗം, ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ. അതിന് മറുപടിയാണ് ഓരോ ശാസ്ത്രങ്ങൾ. അപ്പോൾ ഗുരു അവിടെ കാണിച്ചു തരാണ്, ഇന്നതാണ് ശാസ്ത്രം, ഇന്നതാണ് വഴി, ആ വഴിയെ പോയാൽ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ദൃഢമായതിനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഗുരുവിലപ്പുറം കിടക്കും. അതാണ് ഗുരുത്വ ദോഷം ഉണ്ടാകുക എന്ന് പറയുന്നത്. ആ ഗുരുത്വ ദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കും മേലെയാണ്, എല്ലാറ്റിനും മേലെയാണ് ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ അംഗം, ഉത്തമാംഗം ശിരഃ പ്രോക്തം. ഏറ്റവും ശ്രേഷ്ഠമായ അംഗം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ തലയാണ്. അപ്പോൾ തലയ്ക്ക് മീതെ വേറൊന്നുമില്ല. അവിടെ ഗുരുവിനെ പ്രതിഷ്ഠിച്ച്, ഗുരുവിൻ്റെ പാദങ്ങളെ പ്രതിഷ്ഠിച്ച് അതിനെ ഞാൻ പിന്തുടരുന്നു എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് ഗുരുപാദുക പൂജ എന്നൊക്കെ പറയും. അതിനെ ഒരിക്കലും നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ശ്രേഷ്ഠമായതാണ്, നമുക്ക് പോകാനുള്ളൊരു വഴി, കൃത്യമായ വഴി കാണിച്ചിരുന്നതാണ് ഗുരു എന്നുള്ളതാണ് ഇത് കാണിച്ചത്.